പോളണ്ടിൽ തൃശൂർ സ്വദേശിയായ 22കാരൻ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. പെരിങ്ങോട്ടുകര സ്വദേശി ആഷിഖ് രഘുവിനെയാണ് കഴിഞ്ഞ മാസം 1-ന് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തിനും പോലീസിനും പരാതി നൽകി. ഏപ്രിൽ 1-ാം തീയതി ഈസ്റ്ററിന് ശേഷം ആഷിഖ് മരണപ്പെടുകയാണ് പോളണ്ടിൽ വെച്ചിട്ട്. പക്ഷേ അവിടെ സുഹൃത്തുക്കൾ പറഞ്ഞു അറ്റാക്ക് ആണെന്ന്. നമ്മുടെ മാതാപിതാക്കൾ അത് വിശ്വസിച്ചു. അതിനുശേഷം ഇവർക്കൊരു സംശയം തോന്നുകയാണ്, അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഇവർ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതിരുന്നത്. അതിന്റെ സംശയത്തിന്റെ നിഴലിൽ ഇവരിവിടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് തലയ്ക്ക് പുറകിലായിട്ട് ക്ഷത ഏറ്റിട്ടുണ്ടെന്നും അതുപോലെ തന്നെ 5-6 മുറിവുകൾ ദേഹത്ത് ഏറ്റിട്ടുണ്ടെന്നും ഇവർ അറിയാൻ സാധിച്ചു. അപ്പോൾ ഇതിന്റെ പുറത്ത് ഇവർ വ്യക്തമായിട്ട് ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വ്യക്തമായിട്ട് അതിന് 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ടും അതിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും 2 മാസമായിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാതിരുന്നതും? എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ആരും അറിയാതെ പോയതും? മരിച്ചുപോയ മകന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഫോർ ആഷിഖ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അച്ഛൻ തന്നെ ഇൻസ്റ്റാഗ്രാം പരമാവധി ഇതൊന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഇത് എവിടെയും എത്തിയിട്ടില്ല. ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഇപ്പോഴാണ് ഈ ഒരു വിഷയം കാണുന്നത് പോലെ. എന്തുകൊണ്ടായിരിക്കും 2 മാസമായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാതെ ഇങ്ങനെ ഒതുങ്ങിപ്പോയത്? അതിനുള്ള കാരണം ഇതൊരു ആൺകുട്ടി ആയതുകൊണ്ടാണ്. എന്തായാലും ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെ കൊണ്ടും സോഷ്യൽ മീഡിയ വഴി പറ്റാവുന്ന സഹായം ആ ഒരു അച്ഛന് നൽകുക. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ഇത് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ അച്ഛന് ഒരു കൈത്താങ്ങാകാൻ ശ്രമിക്കുക.